അതിനും സാധ്യത ഇല്ലാതില്ല. മിക്കവാറും അവൾ ആനന്ദേട്ടന്റെ കാറിൽ വരെയായിരിക്കും. ഒരു ചാൻസ് കിട്ടിയ ഉപയോഗിക്കാതിരിക്കോ? അല്ല ആന്റി, നമ്മൾ കുറച്ചു മുമ്പല്ലേ ചപ്പാത്തിയും കോഴിക്കറിയും കഴിച്ചത്? പിന്നെന്തിനാ ദാസേട്ടനോട് ആരും പച്ചവെള്ളം പോലും കുടിച്ചില്ല എന്ന് പറഞ്ഞത്? വായ അടക്കടി. ഇവിടെ മനുഷ്യൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാ. ആ അടുക്കളക്കാരിയെ ആനന്ദിനൊപ്പം അഖില അങ്ങനെ വിടൂ? ദാസു ഏതായാലും അതിന് അനുവദിക്കില്ല. പിന്നെ എന്തായിരിക്കും സംഭവിച്ചത്? കൃഷ്ണേട്ടാ, ആനന്ദ് ഇപ്പൊ ഔട്ട് ഓഫ് കവറേജ്. അരവിന്ദിന്റെ ഫോൺ സ്വിച്ച് ഓഫ്. അതൊരു റൂറൽ ഏരിയ, ടവർ പോലും കാണില്ല. ഇനി ഒരു പക്ഷേ കാറ് ബ്രേക്ക് ഡൗൺ ആവുകയോ പഞ്ചർ ആവുകയോ ചെയ്താൽ അത് നന്നാക്കിയിട്ടല്ലേ വരാൻ പറ്റൂ. വിവരം നമ്മളെ അറിയിക്കാൻ റേഞ്ച് പോലും കാണില്ല. അഖില ടെൻഷൻ ആവാതെ, അവർ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. എന്നാലും അവരിതെവിടെ പോയിരിക്കും ആന്റി? എന്റെ ഗംഗയെ അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. അവരുടെ ധൈര്യം സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അഖിലാന്റിയെ അങ്കിളിനെയും ദാസേട്ടനെയും മുമ്പേ വിട്ടു. പാതിരാത്രിയായിട്ടും അവർ ഇതുവരെ എത്തിയിട്ടില്ല. ആന്റി, എനിക്കൊരു സംശയം. എന്താ ജയന്തി, നീ പറയേ. അവര് വല്ല ടൂറ് പോയതോ ആവോ? ആ അതെ, അവര് പാരീസിൽ പോയിരിക്കാം. ഗംഗെ, നീ ഇവളെ വിളിച്ചോട്ട് പോ, അല്ലെങ്കിൽ ഞാൻ ഇവളുടെ കരണം അടിച്ച് പൊട്ടിക്കും. ആന്റിക്കും മതളവിന്നാ തോന്നുന്നത്. മൗനം വിദ്വാണ് പോഷണം. ഞാൻ പ്രിയങ്ക ഒന്ന് വിളിച്ചാലോ? വേണോ ആന്റി? പ്രിയങ്ക ഒന്നാമത് ഹാലിളകി പോയിരിക്കാം. എന്നാലും അറിയിക്കണം. വേണം. അപ്പൊ ഉള്ളത് പ്രിയങ്ക അറിയിക്കുന്നത് നമുക്ക് ഗുണമേ ചെയ്യൂ. അവള് കിട്ടുന്നില്ലല്ലോ. എന്തൊക്കെയോ ചില കുഴപ്പങ്ങളുണ്ട്, ഒന്നും മനസ്സിലാവുന്നുമില്ല. എന്ത് മനസ്സിലാക്കാൻ? നട്ടപ്പാതിരയ്ക്ക് പ്രിയങ്കയുടെ മൊബൈൽ സ്വിച്ച് ഓഫും ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങിയായിരിക്കും. ആരും ഒന്നും ചോദിച്ചിട്ട് പറയുന്നുമില്ല, എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. എല്ലാരും കൂടി എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. അഖില, കാറിൽ വെച്ച് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. ദാസ് ഇരുന്നതുകൊണ്ടാണ് പറയാതിരുന്നത്. എന്ത് കാര്യമോ കൃഷ്ണേട്ടാ? ദാസിന്റെ കാര്യം തന്നെ. ഇതിനു മുമ്പൊരിക്കൽ ദാസ് ഇവിടം വിട്ട് പോയിരുന്നു. അതിന് കാരണക്കാര് കല്യാണിയായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം ദാസ് ഇവിടം വിട്ട് പോയതിന്റെ കാരണക്കാരി അഖിലയാണ്. കൃഷ്ണേട്ടൻ പറഞ്ഞു വരുന്നത്? നീ പല പ്രാവശ്യം ദാസിനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ വളരെ ഹാർഷായി പെരുമാറിയിട്ടുമുണ്ട്.
പക്ഷേ അപ്പോഴൊന്നും ദാസ് പ്രതികരിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ആ പരമ്പരാഗത മാലയുടെ വിഷയത്തിൽ നീ എങ്ങനെ പെരുമാറിയത് ദാസിന്റെ മനസ്സിനെ തളർത്തി. അതിന്റെ പ്രതിഫലനമാണ് ദാസ് ഒരു വാക്കുപോലും പറയാതെ തൃച്ചംബരം വിട്ടുപോയത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി മുതൽ നമ്മൾ കാരണം ദാസ് വിഷമിക്കാൻ ഇടവരരുത്. ഇനിയൊരു മടങ്ങിപ്പോക്കും ഉണ്ടാവരുത്. ദാസിന്റെ മനസ്സിലേറ്റ മുറിവ് ആഴമേറിയതാണ്. അത് ഉണങ്ങി വരാൻ നാളുകളേറെ വേണ്ടിവരും. അത് മനസ്സിലാക്കി വേണം ദാസിനോട് പെരുമാറാൻ. ശരി കൃഷ്ണേട്ടാ, ഞാൻ നോക്കാം. ശരി. അടുക്കളക്കാരിയെ ചവിട്ടി പുറത്താക്കി ചാണകവെള്ളം തളിക്കുന്നതിന് പകരം ആനയിക്കാൻ പോയിട്ട് വന്നിരിക്കുന്നു. ഛെ. ഇയാളെന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നത്? ഹലോ, എന്താ ഗംഗേ, കല്യാണി തിരിച്ചു വന്നു അറിഞ്ഞപ്പോ ഉറക്കം നഷ്ടപ്പെട്ടോ നിനക്ക്? എനിക്ക് ഉറക്കം വരുവോ വരാതിരിക്കോ ചെയ്യട്ടെ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? അപ്പൊ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴാ ഞാൻ വിളിക്കുന്നതെന്ന് നിനക്കറിയാം. എനിക്കിപ്പോൾ വേണ്ടത് നിന്റെ ഒരു ഫോട്ടോയാ, ഒരു സെൽഫി. എന്താ സെൽഫിയോ? നടക്കില്ല. നടക്കണം. നീ നിന്റെ സെൽഫി എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം. ഇത് നിന്റെ മുഖത്തെ ചന്തം കാണാനൊന്നുമല്ല, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ ഷെൽഫിലിരിക്കുന്ന പരമ്പരാഗത മാല കഴുത്തിലടിഞ്ഞ് വേണം നീ സെൽഫി എടുക്കാൻ. നിങ്ങളെന്താ എന്നെ ഭീഷണിപ്പെടുത്താണോ? അഖിലാണ്ടേശ്വരിയുടെ മുറി കയറാനോ അവിടെ ഇരിക്കുന്ന മാല എടുക്കാനോ എനിക്ക് സാധ്യമല്ല. വേണമെങ്കിൽ എന്റെ ഒരു സാധാരണ ഫോട്ടോ എടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. എന്റെ ആവശ്യം നീ അംഗീകരിക്കുന്നതാണ് നിനക്ക് ബുദ്ധി. പരമ്പരാഗത മാലയിട്ടുകൊണ്ടുള്ള സെൽഫിയാ എനിക്ക് വേണ്ടത്. അല്ലെങ്കിൽ നിന്റെ ഭാവി ജീവിതം എന്താണെന്ന് ഞാൻ തീരുമാനിക്കും. അഖിലാന്റിയുടെ മുറി കയറി പരമ്പരാഗത മാല എടുക്കുന്നത് വലിയ റിസ്ക് ആണ്. അതൊന്നും എനിക്ക് സാധ്യമല്ല. റിസ്കിനെ കുറിച്ച് നീ പറയുന്നു തന്നെ. തൃച്ചംബരത്തെ ആജന്മ ശത്രുവായ നാഗമഠത്തെ പ്രിയങ്കയുടെ അനുജത്തിയായ നീ ആൾമാറാട്ടം നടത്തി തൃച്ചംബരത്ത് നിൽക്കുന്നിടത്തോളം റിസ്ക് അല്ലല്ലോ ഇത്. ഞാൻ പറഞ്ഞത് നീ ചെയ്തില്ലെങ്കിൽ പിന്നെ നീ ഇല്ല. 10 മിനിറ്റിനകം ആ പരമ്പരാഗത മാലയണിഞ്ഞുള്ള നിന്റെ സെൽഫി നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരിക്കണം. 10 മിനിറ്റിനകം കണ്ടില്ലെങ്കിൽ 11ാമത്തെ മിനിറ്റിൽ നിന്റെ വിധി ഞാൻ നിർണയിക്കും. ഞാൻ ശ്രമിക്കാം. ഉറപ്പ് പറയാൻ പറ്റില്ല. ഉറപ്പായിരിക്കണം. ഇല്ലെങ്കിൽ 11ാമത്തെ മിനിറ്റിൽ അഖിലാണ്ടേശ്വരിയുടെ വാട്സാപ്പിലേക്ക് എന്റെ മെസ്സേജ് ചെല്ലും. അതിൽ നിന്നെക്കുറിച്ചുള്ള രേഖകളും ഉണ്ടായിരിക്കും. എന്തു പറയുന്നു? ശരി.
ഗംഗ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാനില്ലാത്തപ്പോ എന്റെ മുറിക്കകത്ത് കയറി ഈ പരമ്പരാഗത മാല എടുത്ത് കഴുത്തിലണിയാൻ. സോറി ആന്റി, വേറൊന്നും കൊണ്ടല്ല. ഈ പരമ്പരാഗത മാലയിട്ടൊരു സെൽഫി എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്താൽ ഏറെ ലൈക്സ് കിട്ടും, അതുകൊണ്ട് ചെയ്തു പോയതാ. സ്റ്റോപ്പ് ഇറ്റ്. ഊര് മാല ഊരാൻ. അതവിടെ വയ്ക്കാനല്ലേ പറഞ്ഞത്? ഞാൻ തരുന്ന സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. നോക്ക്, ഇനി മേലാൽ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ മുറിയിൽ കയറിപ്പോവരുത്, മനസ്സിലായോ? എന്താ എന്റെ നാവിറങ്ങിപ്പോയോ? ആംഗ്യ ഭാഷ വേണ്ട. മനസ്സിലായി. ഔട്ട്. ഗെറ്റ് ഔട്ട്. ഹലോ. എന്താ ഗംഗേ, കവിള് നല്ല ചുവന്ന് കിടക്കുന്നുണ്ടല്ലോ. അഖിലാന്റിയെ കൊണ്ട് എന്നെ തല്ലിപ്പിച്ചപ്പോ നിന്റെ ഉദ്ദേശം നടപ്പിലായല്ലോ അല്ലേ? തീർച്ചയായും. പരമ്പരാഗത മാലയൊക്കെ എടുത്ത് കഴുത്തിലിടുന്നത് അഖില കാണാൻ പാടുണ്ടോ ഗംഗേ? ഇനി നീ ഒരു കാര്യം ചെയ്യ, അഖിലയുടെ കൈ പതിഞ്ഞ് നിന്റെ മുഖത്തിന്റെ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിലിട്. ഒരുപാട് ലൈക്ക് കിട്ടും. ഇവൾക്ക് ഇതെന്തു പറ്റി? അയ്യോ ഗംഗേ, ഗംഗേ, എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നെ? എന്താ കാര്യം? ചോദിച്ചത് കേട്ടില്ലേ? എന്തു പറ്റി? നിന്റെ കണ്ണു കലങ്ങി കവിള് ചുവന്നും കിടക്കുന്നുണ്ടല്ലോ. എന്താ കാര്യം? ബ്ലാക്ക് മെയിലറുടെ ചതിയാ ആന്റി. അയ്യോ, അവൻ ഇവിടെ വന്ന് നിന്നെ തല്ലിയോ? ഇല്ല ആന്റി, അവൻ കാരണം എനിക്ക് അഖിലാന്റിയുടെ കയ്യിൽ നിന്ന് തല്ല് മേടിക്കേണ്ടി വന്നു. അഖില നിന്നെ തല്ലിയോ? എന്തിന്? കാര്യം എന്താ? അത് കറക്റ്റ് ആയിട്ട് പറ.
എനിക്കിപ്പോൾ വേണ്ടത് നിന്റെ ഒരു ഫോട്ടോയാ, ഒരു സെൽഫി. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ ഷെൽഫിലിരിക്കുന്ന പരമ്പരാഗത മാല കഴുത്തിലടിഞ്ഞ് വേണം നീ സെൽഫി എടുക്കാൻ. ഗംഗ, കുറെ നാളായി അവൻ തുടങ്ങിയിട്ട്. ഒരിക്കൽ അവൻ നമ്മുടെ കൈ വന്ന് വീഴും. അന്ന് അവസാനിപ്പിക്കാം അവന്റെ കഥ. ആ, അതൊക്കെ പോട്ടെ, അവൻ അവിടെ നിക്കട്ടെ. ദേ, അതിനു മുമ്പ് ആ ദാസിനെ ഒന്ന് പോയി കാണണം. അഖിലയുടെ ആശ്രിത വത്സലനായി തിരിച്ചു വന്നതാണല്ലോ. അയാൾ അങ്ങനെ വിട്ടാ പറ്റുമോ? വിട്ടാൽ നമുക്ക് തന്നെ ആപത്ത്. ഞാനും അതിനെപ്പറ്റി തന്നെയാണ് എന്റെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ആ ബ്ലാക്ക് മെയിലർ എന്നോട് ഇച്ചാതി കാണിച്ചത്. ആ, അതൊക്കെ പോട്ടെ, സാരമില്ല. ആദ്യം നമുക്ക് കൺമുൻപിലുള്ള ശത്രുവിനെ കൈകാര്യം ചെയ്യാം. അതൊന്നും മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. നീ വാ. ഞാൻ എന്തിനാ ഇങ്ങോട്ടും വരുന്നില്ല ആന്റി. ആന്റി പോയാൽ മതി. ശരി. കല്യാണി എന്താ എത്ര വൈകുന്നേ? ഫോൺ വിളിച്ചിട്ട് ആരെയും കിട്ടുന്നില്ലല്ലോ. ദാസേട്ടന് എന്താണാവോ ഇത്ര വലിയ ആലോചന? ആ മാഡം, മാഡം ഈ നേരത്തെ? അയ്യോ, ഇത് തൃച്ചംബരത്തിന്റെ ഔട്ട് ഹൗസ് അല്ലേ? ഏത് നേരത്തും എനിക്കിവിടെ വരാം. മാഡം, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ലേ ചോദിച്ചത്. ഉദ്ദേശങ്ങളൊക്കെ എനിക്ക് വ്യക്തമായി മനസ്സിലായി. അതുകൊണ്ട് കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. അത് പോട്ടെ, ദാസേട്ടൻ എന്താ ഉറക്കൊന്നും വരുന്നില്ലേ? അല്ല, ഒരുമാതിരി കൂട്ടിലടച്ച വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ഉറക്കം വന്നില്ല. ഓ, എങ്ങനെ ഉറക്കം വരുമല്ലേ? മകളിങ് എത്തിയില്ലല്ലോ. എവിടെ പോയോ എന്തോ. എന്തും സംഭവിക്കാം. കൊള്ളാം. രാഖ്യ രാമാനം മക്കളെയും കൂട്ടി ആരോടും പറയാതെ നാട് വിടുന്നു. അടുത്ത ദിവസം തൃച്ചംബരം കുടുംബം ഒന്നാകെ തേടി അങ്ങ് ഇറങ്ങി. പിന്നെ എല്ലാരും കൂടി തിരികെ വരും. ഇതുണ്ടല്ലോ, പഴയകാല സിനിമകളിൽ കാണുന്ന പോലെ തേടിപ്പോയവരും ഓടിപ്പോയവരും എല്ലാം കൂടെ ഉല്ലസിച്ച് തിരികെ വരും. ഇതെന്തൊരു കഥയല്ലേ? കത്തെഴുതി വെച്ചതും കാണാതെ പോയതും ഒക്കെ അഖിലയുടെ മുമ്പിൽ അവതരിപ്പിച്ചൊരു നാടകമല്ലേ ദാസേട്ടാ? അല്ലായിരുന്നെങ്കിൽ ആരെങ്കിലും പോയതുപോലെ ഇങ്ങ് തിരികെ വരുവോ? അതെ, അതിപ്പോ നാടകമായിരുന്നെങ്കിൽ ദാസേട്ടന്റെ അഭിനയം കലക്കി. ദാസേട്ടൻ തന്നെയാ ഈ വർഷത്തെ മികച്ച നടൻ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ സ്നേഹത്തിന്റെ ആഴമിളക്കാൻ നടത്തിയ നാടകം സൂപ്പർ. അയ്യോ, ഞാൻ കരുതിയതുണ്ടല്ലോ ദാസേട്ടനൊരു പാവാണെന്ന. പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലായത് തന്ത്രശാലിയായ മകളുടെ കുതന്ത്രശാലിയായ തന്തയാണെന്നൊക്കെ. ഒന്ന് നിർത്തുന്നുണ്ടോ മാഡം?